ഹായ് വെൽക്കം ബാക്ക് ടു ഡെൽറ്റ ഹസിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻട്രാഡേ ഒരു ഇക്വിറ്റി സ്റ്റോക്ക് നമുക്ക് ട്രേഡ് ചെയ്യും. യാതൊരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ വളരെ ലളിതമായി യാതൊരു പ്രഷറും ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യാം വിത്ത് ടാർഗറ്റ്സ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. ഇത് ഓർഡർ ഫ്ലോ ചാർട്ടാണ്. ഇത് കാൻഡിൽസ്റ്റിക് ചാർട്ടാണ്. ഈ കാൻഡിൽസ്റ്റിക് നോക്കിയാൽ നമുക്ക് ഓപ്പൺ ഹൈ ലോ ക്ലോസ് മാത്രമേ ലഭിക്കത്തുള്ളൂ, പ്ലസ് ഈ വോളിയം ലഭിക്കും. പക്ഷേ ഓർഡർ ഫ്ലോ ചാർട്ടിൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ലഭിക്കും. എവിടെയാണ് അഗ്രസീവ് സെല്ലിംഗ് നടന്നത്? ഈ വോളിയംസ് എന്ന് പറയുന്നത് അഗ്രസീവ് ബൈയിങ് ആൻഡ് അഗ്രസീവ് സെല്ലിംഗ് വോളിയംസ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ ടോട്ടൽ വോളിയം 2.86 മില്യൺ. ഔട്ട് ഓഫ് ദാറ്റ് എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് അഗ്രസീവ് ബയേഴ്സും അഗ്രസീവ് സെല്ലേഴ്സും നടത്തിയിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിലുള്ളത് അഗ്രസീവ് സെല്ലിംഗ് വോളിയംസ് ആണ്, റൈറ്റ് സൈഡിലുള്ളത് അഗ്രസീവ് ബൈയിങ് വോളിയംസ് ആണ്. ഓക്കെ, 1 സെക്കൻഡ്. ഈ ഓർഡർ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഇംബാലൻസസ് ആദ്യം ഡ്രോ ചെയ്യും. നമ്മൾ നെക്സ്റ്റ് ഡേയിൽ, ഇപ്പം മൺഡേയിൽ നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺഡേ ഈവനിങ്ങിൽ പ്രീവിയസ് ഡേ ഓർ ഡേയ്സ് സേ ഒരു 10-12 ഡേയ്സിന്റെ 1 അവർ ചാർട്ട് എടുത്തിട്ട് ഇംബാലൻസ് ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് ഇംബാലൻസ് മാർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഓർഡർ ഫ്ലോ ചാർട്ട് സെറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ എൻ്റെ ചാനലിൽ ലഭ്യമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എളുപ്പമായിരിക്കും, വളരെ വേഗം മനസ്സിലാവും. സി, ഇത് ട്യൂസ്ഡേ 4th മാർച്ചാണ്. അപ്പൊ 5th മാർച്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 4th മാർച്ചിലെ കംപ്ലീറ്റ് ഇംബാലൻസസ് നമുക്ക് വരയ്ക്കും. ഓക്കെ, സോ 4th മാർച്ചില് സി 9:15 ഒരു സെല്ലിംഗ് ഇംബാലൻസ് ഉണ്ട്. ഈ സെല്ലിംഗ് ഇംബാലൻസ് എങ്ങനെയാണ് വരുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് ആ സോഫ്റ്റ്വെയർ തന്നെ ഈ കളർ നൽകുന്നതാണ്, റെഡ് കളർ. റെഡ് കളർ ഈസ് സെല്ലിംഗ് ഇംബാലൻസ് ആൻഡ് ദിസ് ഗ്രീൻ കളേഴ്സ് ആർ ബൈയിങ് ഇംബാലൻസ്. ഇംബാലൻസ് എന്ന് പറയുന്നത് ഇത് ഡയഗണൽ ആയിട്ട് വേണം നമ്മൾ സ്റ്റഡി ചെയ്യാൻ. അങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ 257,000 വോളിയം ഇവിടെ സെൻഡ് ചെയ്തു എഗൻസ്റ്റ് 80,000 ഡയഗണലി നമ്മൾ നോക്കുമ്പോൾ അത് ഈ 80,000ന്റെ 3 ടൈംസ് ആൻഡ് മോർ വരുമ്പോഴാണ്, അധികം വരുമ്പോഴാണ് ഇവിടെ കളർ ചേഞ്ച് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ തന്നെ ഒരു ഇംബാലൻസ് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 467.80 ആൻഡ് 467.25. ഓക്കെ, അപ്പൊ ഈ ഇംബാലൻസസ് എല്ലാം നമ്മൾ ഡ്രോ ചെയ്യാം. നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് 5th മാർച്ചിലാണ്. അപ്പൊ 4th മാർച്ച് എൻഡ് ഓഫ് ഡേയില് നമ്മൾ ഇഒഡി ചാർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഇംബാലൻസ് എല്ലാം ഡ്രോ ചെയ്യും. അപ്പൊ ഇവിടെ ഒരു സെല്ലിംഗ് ഇംബാലൻസ് ഉണ്ട്, ഇവിടെ 2 ബൈയിങ് ഇംബാലൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദിസ് ഈസ് ഓൾസോ എ സെല്ലിംഗ് ഇംബാലൻസ്. അത് വളരെ കുറച്ച് വോളിയം മാത്രമേ ഉള്ളൂ. സി, ഇവിടെ ടോപ്പില് ഒരു ബൈയിങ് ഇംബാലൻസ്, അതിന് അഗൻസ്റ്റ് ഇവിടെ ഒരു സെല്ലിംഗ് ഇംബാലൻസ് ഉണ്ട്. അത് 5th മാർച്ചാണ്. ഓക്കെ, ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. അപ്പൊ 4th മാർച്ചിൽ നമ്മൾ കംപ്ലീറ്റ് ഇംബാലൻസസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇംബാലൻസ് ഓൾസോ വി വിൽ ഡ്രോ. സെല്ലിംഗ് ഇംബാലൻസ് ആദ്യം ഡ്രോ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഇനി 5th മാർച്ചിൽ എന്താ സംഭവിച്ചതെന്ന്. നമുക്ക് 5th മാർച്ചില് ഇത് 1 അവർ ചാർട്ടാണ്, 5 മിനിറ്റ്സ് ചാർട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 1 അവർ ചാർട്ടില് ഈ ലാസ്റ്റ് തേഴ്സ്ഡേയില് എങ്ങനെയാണ് ഈ ഡ്രോയിങ്സ് ഒക്കെ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗിൽ അഫക്ട് ചെയ്തതെന്നാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് തേഴ്സ്ഡേയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10-15 ഡേയ്സിലെ ഈ ഇമ്പോർട്ടന്റ് ലെവൽസ് എല്ലാം ഡ്രോ ചെയ്തിരിക്കാം. ഇത് ആസ് ഈസ് ഈ ഡ്രോയിങ്സ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രോയിങ്സ് എല്ലാം ആസ് ഈസ് ചാർട്ടിൽ തന്നെ നിലനിൽക്കുന്നതാണ്. നെക്സ്റ്റ് ഡേയിൽ നമുക്കത് ഈസി ആയിട്ട് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഡ്രോയിങ്സ് എല്ലാം അവിടെ കാണും.
അല്ല, ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രോയിങ്സ് വരയ്ക്കാൻ പോരുത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കൂ, ഇവിടെ നല്ലൊരു 3 സെല്ലിംഗ് ഇംബാലൻസിന്റെ ഒരു ലൈൻ ഉണ്ട്. അപ്പൊ അതും നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത് ഒറിസോണ്ടൽ ഇംബാലൻസുകളാണ്, ഇത് വെർട്ടിക്കൽ ഇംബാലൻസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇംബാലൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ആദ്യം. ഇത് സ്ലോലി മാത്രമേ പഠിക്കാൻ സാധിക്കൂ. ഇങ്ങനെ ഹൊറിസോണ്ടൽ ഇംബാലൻസ് മാത്രം എടുത്താൽ തന്നെ നമുക്ക് പിൻ പോയിന്റ് ആക്യുറസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ കം ടു നെക്സ്റ്റ് ഡേ. സി ഇവിടെ ഒരു ഇംബാലൻസ് 1 2 3 ഇംബാലൻസസ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. സോ അത് നമുക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, ദെൻ ഈ ഇംബാലൻസ് ഡ്രോ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. സി ലാസ്റ്റ് ഡ്രോ ചെയ്ത ഇംബാലൻസിന്റെ സെയിം പ്ലേസിൽ വീണ്ടും സെല്ലിംഗ് ഇംബാലൻസ് ഹാപ്പൻ ചെയ്യും. റിസൾട്ടന്റ്ലി ഇറ്റ് കംസ് ഡൗൺ. ഓക്കെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് തന്നെ ഡ്രോ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ റെസിസ്റ്റൻസും സപ്പോർട്ടും സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ആദ്യം എത്രമാത്രം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രമാത്രം റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കും. ഫസ്റ്റ് സ്റ്റഡി ഓൾ ദീസ് വെരി വെൽ. ഓക്കെ, വി ആർ ഹിയർ ടു ടീച്ച് യു. സി ഇത് അതിനുശേഷം വരച്ച ഇതെല്ലാം പ്രീവിയസ് ഇംബാലൻസുകളാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സി ഇവിടെ സെല്ലിംഗ് ഹാപ്പൻ ചെയ്തു അഗെയിൻ ആ ലെവൽ. ഇവിടെ ഒരു സെല്ലിംഗ് ഇംബാലൻസ് ഉണ്ട്, ബൈയിങ് ഇംബാലൻസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് തേഴ്സ്ഡേയിലാണ് ട്രേഡ് ചെയ്യുന്നത്, 14th മാർച്ച്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 11th മാർച്ച്. അപ്പൊ ഈ ഇംബാലൻസ് നമ്മൾ ഡ്രോ ചെയ്യും. ദെൻ ഈ ഡിഫറെന്റ് കളർ വരുന്നില്ല, ഇത് റിവേഴ്സൽ ഇംബാലൻസ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സ്റ്റഡി ആൻഡ് വി വിൽ സ്റ്റഡി ഇറ്റ് ലേറ്റർ. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇംബാലൻസ് ആണ്. ആ ഏരിയാസ് വരുമ്പോൾ വീണ്ടും സെല്ലിംഗ് ആ പർട്ടിക്കുലർ ബോക്സിനുള്ളിൽ തന്നെ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, പ്രീവിയസ് ഡേയിൽ ഉള്ള ഇംബാലൻസ് മുഴുവൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ഏരിയയിൽ വന്നപ്പോൾ ടോട്ടൽ സെല്ലിംഗ് വീണ്ടും ഹാപ്പൻ ചെയ്യും. റിസൾട്ടന്റ്ലി ഇറ്റ് കെയിം ഡൗൺ. കറക്റ്റ്, നമ്മൾ നേരത്തെ വരച്ച ഒരു ഇംബാലൻസ് ആണിത്. സി ഈ ക്യാൻഡിൽ നോക്കൂ, എക്സാക്ട് അതിന്റെ ലോവർ ബാൻഡിൽ വന്നിട്ട് ഗോൺ ഡൗൺ. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് 14th മാർച്ചിൽ 13th മാർച്ചിൽ. ഓക്കെ, അപ്പൊ തേഴ്സ്ഡേ 13th മാർച്ചില് നമുക്ക് ഈ ലെവൽസ് ഒക്കെ എങ്ങനെയാണ് വന്നത്? 5th മാർച്ച് മുതലാണ് നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ലെവൽസിന്റെ. ഓക്കെ, അതെങ്ങനെയാണ് 13th മാർച്ചിൽ ഹാപ്പൻ ചെയ്തത് മാർക്കറ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് 11th മാർച്ച് ആണ്. ദിസ് ഈസ് 12th മാർച്ച്. അപ്പൊ 12th മാർച്ച് എൻഡ് ചെയ്തു 115 ആൻഡ് 12th മാർച്ച് 350 ക്ലോസിംഗ് ക്യാൻഡിലാണ്. സി ഇവിടെയും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്നത് മിഡിലിൽ. ഓക്കെ, ആ ഇംബാലൻസിന് മുകളിൽ, ഈ സെല്ലിംഗ് ഇംബാലൻസിന് മുകളിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ്. എവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്? ഈ സെല്ലേഴ്സ് സെല്ല് ചെയ്തതിന്റെ അഗ്രസീവ് സെല്ലിങ്ങിന് മുകളിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദീസ് സെല്ലേഴ്സ് ആർ ടോട്ടലി ബീറ്റൺ അപ്പ്. ടുമാറോ മേ ബി എ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. വി ക്യാൻ അസ്യൂം ലൈക്ക് ദാറ്റ്, റൈറ്റ്? അപ്പം ഈ പർട്ടിക്കുലർ ക്ലോസിംഗ് ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ്. സി ഇവിടെ നോക്കൂ, ഈ സെല്ലിംഗ് ഇംബാലൻസിനെ ബീറ്റ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യും. റിസൾട്ടന്റ്ലി ഇറ്റ് ഹാസ് ഗോൺ അപ്പ് അനദർ 1 hour. പിന്നെ ഈ ലെവല്, സി ഇവിടെ നോക്കൂ, ഈ ക്യാൻഡില് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേയില് 9:15 ഓപ്പൺ ചെയ്തിട്ട് ആ ഇംബാലൻസ് ലൈനിന്റെ ടോപ്പ് ലൈനിൽ ടച്ച് ചെയ്തിട്ട് ഇറ്റ് ഹാസ് ഗോൺ അപ്പ്. ഇറ്റ് ഹാസ് ഗോൺ അപ്പ് ടു ഹിയർ ആൻഡ് ദെൻ ഗോൺ അപ്പ് അനദർ ലൈൻ. സി അതിന് മുകളിലോട്ട് നോക്കൂ, ഈ പർട്ടിക്കുലർ ഇംബാലൻസിന്റെ ടോപ്പ് ലൈൻ വരെ വന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ബ്രോക്കൺ ദിസ് ലൈൻ ആൻഡ് ക്ലോസ്ഡ് അബവ്. ഈ പർട്ടിക്കുലർ ഇംബാലൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ അഗൈൻ ഇറ്റ് ഈസ് എ ബൈ ആൻഡ് ഇറ്റ് വിൽ ഗോ അപ് ടു ഹിയർ.
അങ്ങനെയാണ് നമ്മൾ ഇത് ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ. വൺസ് ദി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഈസ് ബ്രോക്കൺ അപ്പ് ആൻഡ് ക്ലോസ്ഡ് അബവ്, നല്ല വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലസ് നമ്മുടെ ഡെൽറ്റ കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. സി ഈ ക്യാൻഡിൽ നോക്കൂ, 1 അവറിലെ ഈ ക്യാൻഡിൽ, ഇവിടെ ഡെൽറ്റ എല്ലാം നല്ല രീതിയിലുള്ള ഡെൽറ്റയുണ്ട്, പ്ലസ് മാക്സ് ഡെൽറ്റയുണ്ട്. ഇതെല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, വോളിയംസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബട്ട് വി വിൽ ബൈ ഓൺലി അബൌവ് ദിസ് ലെവൽ. ഈ ഇംബാലൻസ് ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ബൈ എടുക്കൂ. ഇല്ല എങ്കിൽ ഇറ്റ് വിൽ കം ഡൗൺ. സി 10-15 11-15 ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ കെയിം ഡൗൺ. ഇവിടെ ഒരു ടോപ്പ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പം വെനസ്ഡേ 12th മാർച്ചില് ടോപ്പ് റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ 490 വന്നു. നെക്സ്റ്റ് ഡേ തേഴ്സ്ഡേയില് ഈ 490 എബോവ് ഒരു ക്ലോസിംഗ് കിട്ടിയാൽ വി ക്യാൻ ബൈ ഫ്രം ദയർ. അങ്ങനെ വേണം നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ടത്. വെനസ്ഡേ 3:15 3:30 ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ലാസ്റ്റ് ക്യാൻഡിലാണ്. നമുക്ക് തേഴ്സ്ഡേയിൽ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. വി ഹാവ് ഡ്രോൺ ഓൾ ദി ഇംബാലൻസ് ഏരിയാസ്. ഈ ഇംബാലൻസ് ഏരിയാസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ സ്കിൽ ആൻഡ് ഓൾ. എനിവേ വി വിൽ കം ടു ദാറ്റ്. അപ്പൊ നമ്മൾ തേഴ്സ്ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 5 മിനിറ്റ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. വി വിൽ ചേഞ്ച് ഇറ്റ് ടു 5 മിനിറ്റ്സ്. ആൻഡ് ഡ്രോയിങ്സ് എല്ലാം എല്ലാ ഇംബാലൻസ് ഏരിയാസ് നമ്മൾ വരച്ചിട്ടുണ്ട്. സോ വീണ്ടും നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്താൽ നമുക്കത് ഓരോന്നും റീഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വി ക്യാൻ ചേഞ്ച് ഇറ്റ് ടു candlestick chart. Okay, candlestick chart use ചെയ്യും. Thursday 13th March എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്തതെന്നോ? 9:45. സി ലാസ്റ്റ് ഡേയില് 3:30 ക്ലോസ് ചെയ്തിരിക്കുന്ന 479-ലാണ്. നെക്സ്റ്റ് ഡേയിൽ എന്ത് സംഭവിച്ചു? ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. അപ്പൊ 9:30 ശേഷം മാത്രമേ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. വി ഷുഡ് ഹാവ് സം ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് വിത്ത് വോളിയംസ്. ബട്ട് ഇത് 9:30 ക്യാൻഡിലാണ്. 9:30 ക്യാൻഡിലിന് ശേഷം നമുക്കിവിടെ ഡെൽറ്റ ട്രേഡ്സ് ഒന്നും വന്നിട്ടില്ല. ഓൾസോ പ്ലസ് ദ വോളിയം, ദ കീ ഫാക്ടർ ഈസ് ലെസ്, ലോവർ ദാൻ ദ പ്രീവിയസ് ക്യാൻഡിൽ. 199,000 നിന്ന് 146,000 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് ക്ലോസ്ഡ് അബവ് ദിസ് ഇംബാലൻസ് ഏരിയാസ്. ബട്ട് ഈ ക്യാൻഡിൽ നോക്കൂ, ഈ ക്യാൻഡിലിന്റെ വോളിയം എത്രയാണ്? 91,000. കറക്റ്റ്. പ്രീവിയസ് ക്യാൻഡിലിൽ 58,000, ഓൾമോസ്റ്റ് ഡബിൾ വോളിയം. ആൻഡ് ഇറ്റ് ഹാസ് ക്ലോസ്ഡ് അബവ് ദിസ് ഇംബാലൻസ് ഏരിയ. സി, it has closed above this imbalance area. We will immediately buy this share 484.65. 485 നമ്മൾ ബൈ ചെയ്യുന്നു. സി, it has come up to 488. നെക്സ്റ്റ് ഇംബാലൻസ് ലെവലിന് മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും വിത്ത് ഇൻക്രീസ്ഡ് വോളിയം. വോളിയം ആണ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ ബൈ. Delta, everything should come later. Again, it is a buy here. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൈ വന്നത് ഈ ഇംബാലൻസ് ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴാണ്. ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത് 484.70. അവർ സ്റ്റോപ്പ് ലോസ് ഈസ് ദ ലോ ഓഫ് ദിസ് ക്യാൻഡിൽ ഓർ പ്രീവിയസ് ക്യാൻഡിൽ, വിച്ച് എവർ ഈസ് ഹയർ. പ്രീവിയസ് ക്യാൻഡില് ലോയും ഈ ലോയും നോക്കുമ്പോൾ ലോവർ ലോ എന്ന് പറയുന്നത് ഇതാണ്. സോ 482.80 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. വി ആർ ബൈയിങ് ഹിയർ 484.70. നമ്മളിവിടെ ഒരേ ഒരു പോയിന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ, ബ്രേക്ക് ഔട്ട് ട്രേഡ്. ആ ബ്രേക്ക് ഔട്ട് ട്രേഡ് എന്ന് പറയുന്നത് എബോവ് ദി ഇംബാലൻസ് ലൈൻ. ഈ രണ്ട് സെല്ലിംഗ് ഇംബാലൻസിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ വി ഗോട്ട് എ ബൈ അറ്റ് 484.60-70 ആൻഡ് അവർ സ്റ്റോപ്പ് ലോസ് ഈസ് അറൌണ്ട് 483 ആൻഡ് ഇറ്റ് ഹാസ് ഗോൺ അപ് ടു where what is the high? 488. 483 84 488
4 points has gone up. Again, this candle has closed above this imbalance area. Again, it is a buy. 488 വീണ്ടും നമുക്ക് ബൈ ചെയ്യാം. നെക്സ്റ്റ് ഇംബാലൻസ് ലെവലിന്റെ ടോപ്പ് വരെ എത്തും. സി നമുക്ക് നോക്കാം. See these two candles never closed above this imbalance. So നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുത്തു, 488 എടുത്തു, 494. Correct? Then again ഈ candle ക്ലോസ് ചെയ്യും. And almost തേർഡ് വേവിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ. So better to exit somewhere here. Don't hold this. See ഈ ക്യാൻഡലിന്റെ ഹൈ നോക്കൂ, എക്സാക്ട്ലി ഈ ടോപ്പ് ഇംബാലൻസ് ഏരിയ ടച്ച് ചെയ്തിരിക്കുക. ഓക്കെ, ദെൻ അഗെയിൻ ഇറ്റ് ഹാസ് കെയിം ഡൗൺ. താഴോട്ട് വന്നപ്പോഴ് സി ഈ ഇംബാലൻസ് ഏരിയയുടെ ലോവർ ഏരിയ നോക്കൂ, ആ ലോവർ ഏരിയയിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇത് അഗെയിൻ ഇറ്റ് ഹാസ് ഗോൺ. ഇത് വന്നത് ഈ പർട്ടിക്കുലർ ഏരിയാസിലേക്കാണ് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്ത്. നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് എടുത്താൽ we can see a aggressive selling there. See, ഇവിടെ ഒരു അഗ്രസീവ് സെല്ലിംഗ്, ഇവിടെയുണ്ട് അഗ്രസീവ് സെല്ലിംഗ്. നമുക്കൊന്ന് ഡ്രോ ചെയ്യാം. 5 മിനിറ്റിന്റെ ഇംബാലൻസുകൾ നമ്മൾ എടുക്കില്ല, ബട്ട് ഇവിടെയാണ് മോർണിംഗിൽ സെല്ലിംഗ് വന്നത്. എക്സാക്ട്ലി ആ പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയും സെല്ലിംഗ് വന്നു, ഇവിടെയും സെല്ലിംഗ് വന്നു. റിസൾട്ടന്റ്ലി ഇത് കെയിം. ഈ സെല്ലിങ്ങും ബൈയിങ്ങുമാണ് മാർക്കറ്റിൽ നടക്കുന്നത്. ആൻഡ് ദി നമ്പേഴ്സ് കൗണ്ട്സ്. നമ്പർ ആൻഡ് അഗ്രസീവ്നെസ് ഓഫ് ദി ബയേഴ്സ് ഓർ സെല്ലേഴ്സ്, അതാണ് മാർക്കറ്റിനെ റൂൾ ചെയ്യുന്നത്. അപ്പൊ ഇംബാലൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. ജസ്റ്റ് ഇംബാലൻസ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ. ഇത് ജസ്റ്റ് 1% ഓഫ് ദി ടോട്ടൽ സ്ട്രാറ്റജി. Then think about the remaining strategies and accuracy. ഇത് പിൻ പോയിന്റ് ആക്യുറസി ആണ് ഇവിടെ സംഭവിക്കുന്നത്. സി ഈ ക്യാൻഡിൽസിന്റെ ലോ നോക്കൂ. ഈ ക്യാൻഡിൽ ഇവിടം വരെ, ഈ ക്യാൻഡിൽ വരെ സർവൈവ് ചെയ്തു ഈ പർട്ടിക്കുലർ സപ്പോർട്ട് 492, 493.20. സി വൺസ് അതിന് താഴെ ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിനുശേഷം ഇത് താഴേക്ക് തരണം. പിന്നീട് ക്ലോസ് ബേസ് മാത്രമേ നമ്മൾ ഇത് എടുക്കത്തുള്ളൂ, ട്രേഡ് ചെയ്യത്തുള്ളൂ. പിന്നീട് ഈ പർട്ടിക്കുലർ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെയാണ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തത്. ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം സി വാട്ട് ഹാസ് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്, ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ഷാർപ്ലി. അതിനുശേഷം ഈ പർട്ടിക്കുലർ ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് പോലും നൽകാൻ സാധിച്ചു. ഈ പർട്ടിക്കുലർ ലെവലിന് മുകളിൽ ഇൻക്രീസ്ഡ് വോളിയത്തിൽ ഒരു ക്ലോസിംഗ് വന്നാൽ വി ക്യാൻ ബൈ അഗൈൻ. വി വിൽ നോട്ട് ബൈ ഹിയർ ഓൾസോ. സി 54,000 വോളിയം, 130,000 ആണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ വോളിയം. ഓൾമോസ്റ്റ് ഡബിളിന് മേലെ പോയി. ബട്ട് വി വിൽ നോട്ട് ബൈ ബിക്കോസ് ദിസ് ക്യാൻഡിൽ ഹാസ് നോട്ട് ക്ലോസ്ഡ് അബവ് ദി റെസിസ്റ്റൻസ്. ഈ പർട്ടിക്കുലർ ക്യാൻഡില് ഈ ലൈന് മുകളിൽ, അതായത് 493.30 മുകളിൽ ക്ലോസ് ചെയ്തിരുന്നുവെങ്കിൽ ഇറ്റ് മേ വുഡ് ഹാവ് ഗോൺ അപ്പ്. ഓക്കെ, സോ വൺസ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ഷാർപ്ലി ആൻഡ് എക്സാക്ട്ലി ടെസ്റ്റഡ് ദി നെക്സ്റ്റ് ഇംബാലൻസ് ലോവർ ലെവൽ. സി നെക്സ്റ്റ് ഇംബാലൻസ് ലോവർ ലെവലിൽ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു ആൻഡ് ഇറ്റ് ഹാസ് ബൗൺസ്ഡ് ബാക്ക് ആൻഡ് നിയർ ടു ദി നെക്സ്റ്റ് ഇംബാലൻസ് ലെവൽ. അഗെയിൻ കെയിം ഡൗൺ. ഈ പർട്ടിക്കുലർ ക്യാൻഡില് താഴെ ക്ലോസ് ചെയ്തു, അപ്പൊ ഇവിടെ വീണ്ടും ഒരു സപ്പോർട്ട് ലെവലുണ്ട്. ഓക്കെ, അത് മൺഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രോ ചെയ്യുന്നു. ഗോട്ട് ദ പോയിന്റ്? ദീസ് ആർ ഓൾ പ്രീവിയസ് ഡേയ്സ് ഇംബാലൻസ് ഏരിയാസ്. നമ്മൾ ഒരേ ഒരു ഇംബാലൻസ് മാത്രമേ ഇന്ന് വരച്ചിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഈ പർട്ടിക്കുലർ ലൈൻ മാത്രമേ നമ്മൾ ഇന്ന് വരച്ചു. അതിനുശേഷം ഈ ഇംബാലൻസ് ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം ഈ പർട്ടിക്കുലർ വോളിയം വന്നപ്പോഴാണ് നമ്മൾ ഡ്രോ ചെയ്തത്. 5 മിനിറ്റിന്റെ ഇംബാലൻസ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, ബട്ട് വി ക്യാൻ കൺസിഡർ ദിസ് ഏരിയ ആസ് എ റെസിസ്റ്റൻസ് ഏരിയ ഫോർ ടുമോറോ, ദാറ്റ് ഈസ് മൺഡേ. ഓക്കെ, സോ
വൺസ് ഈ ലെവൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ again it will go down. Then tomorrow what will happen? It has closed over here. That is Monday. 17th മാർച്ചില് എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പർട്ടിക്കുലർ ലൈനിന് മുകളിൽ ട്രേഡ് ചെയ്താൽ ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയാസ് ആണ്. വൺസ് ഈ പർട്ടിക്കുലർ BBL സ്റ്റോക്ക് 490 എബോവ് ക്ലോസ് ചെയ്താൽ 5 മിനിറ്റ് ചാർട്ടിൽ വിത്ത് ഇൻക്രീസ്ഡ് വോളിയം ആൻഡ് ഡെൽറ്റ കണ്ടീഷൻസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 490ക്ക് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ടു 493. ഈ ലെവൽസ് വീണ്ടും ഹോൾഡ് ചെയ്യും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. Draw these levels, high levels of 493.20 and 492.75. Around 45 paise range is there. ഈ റേഞ്ചിന് മുകളിൽ BBL 17th മാർച്ച് മൺഡേയിൽ ക്ലോസ് ചെയ്താൽ ഇറ്റ് വിൽ കം അപ് ടു ഹിയർ, നോ ഡൗട്ട് 495. 495 ബ്രേക്ക് ചെയ്താൽ ഇറ്റ് വിൽ കം അപ് ടു മിഡിൽ ഓഫ് ദിസ് ലെവൽ ഓർ ഹിയർ 498. 498 ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ ഈസ് 501 and next resistance is 503. 503ക്ക് മുകളിൽ പോയാൽ it may jump like anything and it may go up to 515, 516 level. വളരെ വോളറ്റൈൽ ആയിട്ടൊരു ഷെയർ ആണിത്. സോ ബി കെയർഫുൾ. ആൻഡ് ഇങ്ങനെയാണ് ഇംബാലൻസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിന് ഏത് ഷെയർ ആണെങ്കിലും നമുക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഇനി ഇതേ ലെവൽ വെച്ചിട്ട് ഈ ലെവൽസ് ഒക്കെ 5th മാർച്ച് മുതൽ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്നതാണ്. ഈ ലെവൽസ് വെച്ചിട്ട് 10th മാർച്ചിലും 9th മാർച്ചിലും എങ്ങനെയാണ് ഡ്രോ ചെയ്തതെന്ന് നോക്കാം. 10th മാർച്ചില് ഇത് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? ഈ ക്യാൻഡിലാണ്. ഓക്കെ, അപ്പം 9:15 ക്യാൻഡില് ഓപ്പൺ ചെയ്തു. അത് ഈ പർട്ടിക്കുലർ ലെവലിന് മുകളിലാണ്, ഇംബാലൻസിന് മുകളിലാണ്. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് നമുക്ക് എൻട്രീസ് വരുന്നത്. 9:30 ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. 9:30 ക്യാൻഡിൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇംബാലൻസ് ഏരിയാസിന്റെ തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഡോണ്ട് ബൈ, ഡോണ്ട് ജമ്പ് ആൻഡ് ബൈ. നമ്മൾ ബൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഈ പർട്ടിക്കുലർ ഇംബാലൻസ് ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യും 5 മിനിറ്റ് എങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കൂ. നമ്മൾ അഥവാ എൻട്രി എടുത്താൽ വി വിൽ ബി ഇൻ ട്രബിൾ. ഇറ്റ് മേ നോട്ട് ഗോ അപ്പ്. സി, നമ്മൾ ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ഷാർപ്പ്. നോ ക്ലോസ് അബവ് ദിസ് ഇംബാലൻസ്. കറക്റ്റ്, താഴെ പോയി. സി അഗെയിൻ ഇത് ലോവർ ഇംബാലൻസ് ലെവലിന്റെ നിയർ ടു ദാറ്റ് ലോവർ ഇംബാലൻസ് ലെവൽ. ആൻഡ് ഇവിടെ ഒരു സെല്ലിംഗ് ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം, ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടെങ്കിൽ. ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം ഇല്ല. സോ 247,000 70,000 ഉള്ളൂ. സോ നോ ബൈയിങ് ഓൺ 10th മാർച്ച്. നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. അവിടെയും റെഡ്യൂസ്ഡ് വോളിയത്തിലാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. അതും ഇൻക്രീസ്ഡ് വോളിയമാണ്. ബട്ട് നിയർ ടു ദാറ്റ് അഗെയിൻ ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ദയർ. വി ഡോണ്ട് ഹാവ് എനി ബൈ. നമ്മൾ ബൈ ചെയ്യുന്നത് ഈ ലെവലിന് മുകളിലായിരിക്കും, 490ക്ക് മുകളിൽ. സോ അഗെയിൻ കെയിം ഡൗൺ. കറക്റ്റ്. സോ വി ഡോണ്ട് ഹാവ് എ ബൈ ഓൺ. ഇനി ഈ ക്യാൻഡിൽ നോക്കൂ, 10:25 ക്യാൻഡിൽ. 10:25 ക്യാൻഡിൽ closed above an imbalance level with a huge volume. No, 42,000 എന്നുള്ളത് 128,000 ആയി. ഓൾമോസ്റ്റ് 3 times വോളിയത്തിലാണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഈ ഇംബാലൻസ് എന്നുള്ള ഈ പർട്ടിക്കുലർ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ ഗോ ഫോർ എ ബൈ ഹിയർ ബ്ലൈൻഡ്ലി. 488 നമുക്ക് ബൈ ചെയ്യും. 488 ബൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. ഓക്കെ, 488 ബൈ ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് എവിടെയായിരിക്കും? ഈ പർട്ടിക്കുലർ ഇംബാലൻസിന്റെ ടോപ്പായി. നമുക്ക് നോക്കാം. സി, 488 ബൈ ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 491 ആണ്. 491 നമുക്ക് ബുക്ക് ചെയ്യും. സോ 3 points നമുക്ക് കിട്ടും. സി, എക്സാക്ട്ലി വി ഗോട്ട് 491 ആൻഡ് അഗെയിൻ കെയിം ഡൗൺ ആൻഡ് നോട്ട് ബ്രോക്കൺ ദിസ് സപ്പോർട്ട്. Okay, and this particular candle closed above this imbalance area.
with a good oleum. Okay. Again, it is a buy there. നോക്കൂ, ട്രിപ്പിൾ ഓളിയത്തിൽ ഈ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. വി ക്യാൻ ഗോ ഫോർ എ ബൈ ആൻഡ് വി ക്യാൻ പുട്ട് സംവെയർ സ്റ്റോപ്പ് ലോസ് ബിലോ ദിസ് ഇംബാലൻസ് ഏരിയ. ഇറ്റ് നെവർ ഹിറ്റ്. ഈ ക്യാൻഡിൽ ജസ്റ്റ് ഇംബാലൻസിന്റെ ലോവർ ഏരിയ വരെ മാത്രം വന്നിട്ട് ജസ്റ്റ് റിവേഴ്സ്ഡ് ഹിയർ. If we buy at here 491, it has gone up to 492, 40, and again came back. Because this is a resistance, stop resistance. ഇങ്ങനെയാണ് ഇൻട്രാഡേയിൽ നമുക്ക് സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നത്. ഇനി നമുക്ക് 8th മാർച്ചിലേക്ക് നോക്കാം. The same imbalance will continue. See, 7th March. 7th മാർച്ചില് ഈ പർട്ടിക്കുലർ ഷെയർ ഓപ്പൺ ചെയ്തത് 7th March. 7th മാർച്ചിലാണ് 9:15 ഓപ്പൺ ചെയ്തു. അപ്പൊ 7th മാർച്ചിന് മുന്നേ ഉള്ള ഇംബാലൻസ് ഏരിയാസ് ആണ്. ആൻഡ് നോ കാൻഡിൽ ഹാസ് ക്ലോസ്ഡ് അബവ് ദിസ് ലെവൽ. 6th മാർച്ചിൽ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ലെവലിലാണ്. ആ ഇംബാലൻസ് ഏരിയയുടെ തൊട്ട് മുകളിൽ ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺഡ് ബിലോ ദിസ് ഇംബാലൻസ് ഏരിയ, ജസ്റ്റ് ഗോൺ അപ്പ് ദെയർ ആൻഡ് നോട്ട് ഏബിൾ ടു ക്ലോസ് അബവ് ദിസ് ലെവൽ. കറക്റ്റ്. ഈ ലൈൻ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ഡ്രോ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കാൾഡ് അൺഫിനിഷ്ഡ് ഓപ്ഷൻ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ദാറ്റ് വി വിൽ സ്റ്റഡി ലേറ്റർ. അൺഫിനിഷ്ഡ് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ. ബിക്കോസ് എല്ലാ ഇംബാലൻസ് ചാർട്ടിന്റെയും ക്യാൻഡിൽസ് നോക്കിയാൽ റൈറ്റ് ബോട്ടം 0 ആയിരിക്കും. ടോപ്പ് ബോട്ടവും ടോപ്പ് ലെഫ്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ബട്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലും 0 ആണ്. ഇങ്ങനെ വരുമ്പോഴാണ് അൺഫിനിഷ്ഡ് ഓപ്ഷൻ വരുന്നത്. സോ വി വിൽ സീ ടു ദാറ്റ്. ഓക്കെ. ഇവിടെ നമ്പേഴ്സ് വന്നെങ്കിൽ മാത്രമേ അൺഫിനിഷ്ഡ് ഓപ്ഷൻ വരത്തുള്ളൂ. ഇറ്റ് ഇസ് എ ബിഗ് സ്റ്റഡി ആൻഡ് വി വിൽ സ്റ്റഡി ഇറ്റ് ലേറ്റർ. ഇവിടെ നോക്കൂ, 9:15 ക്യാൻഡില് ബ്രോക്കൺ ഓൾ ദി സപ്പോർട്ട് ലെവൽസ്. ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ. ഇറ്റ് ഹാസ് ക്ലോസ്ഡ് ഡൗൺ. അഗെയിൻ ക്ലോസ്ഡ് ഡൗൺ ഓൾ ദി ഇംബാലൻസ് ഏരിയാസ്. ഇത് പർട്ടിക്കുലർ ഡേയിലെ ഇംബാലൻസ്. ഇറ്റ് ഹാസ് ഡ്രോൺ ഇൻ ഫ്രൈഡേ 7th മാർച്ചിൽ നമ്മൾ ഡ്രോ ചെയ്തതാണ്. ഇത് താഴെ പോയി. ഓക്കെ. ദെൻ അഗെയിൻ ഏബിൾ ടു ക്ലോസ് അബവ് ദിസ് ഏരിയ. ഈ ഏരിയയിൽ നമുക്ക് ബൈ ഇല്ല. റീസൺ എന്താണ്? ദിസ് ക്യാൻഡിൽ ഷുഡ് ക്ലോസ് അബവ് ദിസ് ഇംബാലൻസ് ഏരിയ. 488 മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യുള്ളൂ. സി, നോ ക്യാൻഡിൽ ഹാസ് ക്ലോസ്ഡ് അബവ് ദിസ്. ഇതും ഏകദേശം ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ മിഡിൽ ലൈൻ വരെ വന്നു. എഗെയിൻ ഗോൺ ഡൗൺ. സി, ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ആൻഡ് ക്ലോസ് ചെയ്തു അറൌണ്ട് 11:45. അതിനുശേഷം പിന്നെ ഈ പർട്ടിക്കുലർ ഷെയർ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ട്രൈ ടു ഗോ അപ്പ് ഈ ക്യാൻഡിൽ, ബട്ട് ക്ലോസ്ഡ് ബിലോ ദിസ് ഇംബാലൻസ് ഏരിയ. ആൻഡ് റിസൾട്ടന്റ്ലി ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ഡ്രാസ്റ്റിക്കലി. സി ഹൗ ദിസ് ക്യാൻഡിൽ ബിഹേവ്. ഈ പർട്ടിക്കുലർ ഇംബാലൻസിന്റെ മിഡിൽ ലൈൻ വരെ വന്നിട്ട് കണ്ടില്ലേ? Again try to go up. Again selling happened. These are all selling areas. Then again gone down to this area and able to close above the last imbalance area, and this candle has closed here. അപ്പൊ ഇതൊരു ബ്രേക്ക് ഔട്ട്. ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ഇൻ ഫ്യൂച്ചേഴ്സ്. പക്ഷെ ഫ്യൂച്ചേഴ്സിന്റെ ട്രേഡ് സെറ്റപ്പ് ഡിഫറെന്റ് ആണ് ടോട്ടലി. ഇൻട്രാഡേയിൽ സ്റ്റോക്ക് ചെയ്യുന്ന പോലെയല്ല ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നു. ടൈം സ്പാൻ ഡിഫറെന്റ് ആണ്. സ്ട്രാറ്റജീസ് ഓൾസോ വിൽ ബി ഡിഫറെന്റ്. ജസ്റ്റ് ഇംബാലൻസ് മാത്രം വെച്ചിട്ടല്ല നമ്മൾ അത് ഫ്യൂച്ചേഴ്സ് പൊസിഷൻസ് എടുക്കുന്നത്. ഓക്കെ. സോ ഷുഡ് നോട്ട് അപ്ലൈ ദീസ് റൂൾസ് ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഈ ക്യാൻഡിൽ നോക്കൂ, 101 ഓളിയം ആൻഡ് 77 ഇസ് ദി പ്രീവിയസ് ക്യാൻഡിൽ ഓളിയം. അപ്പൊ ഇൻക്രീസ്ഡ് ഓളിയത്തില് ഡെൽറ്റ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു 481.20. So we will get a buy here 481.20 and our stop loss is here. What? 479.
479.60 സ്റ്റോപ്പ് ലോസ്, 481.40 ബൈ പ്രൈസ്. 481.40 എവിടെ വരെ പോയി? അത് 485.25 വരെ. കറക്റ്റ്. സോ ദിസ് ഈസ് എ വേ ഓഫ് ഡൂയിങ് ഇൻട്രാഡേ ട്രേഡ് വിത്ത് ജസ്റ്റ് ഇംബാലൻസ് ആൻഡ് ഓളിയം. മാർക്കറ്റ് എന്ന് പറയുന്ന ഓളിയം മാറ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ഓൾ മാർക്കറ്റ്സ്. സ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു പർട്ടിക്കുലർ ടൈം സ്പാനിൽ നടന്ന വോളിയം സെല്ലിംഗ് പ്രഷർ, ബൈയിങ് പ്രഷർ, അതാണ് മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ. ഈ ക്യാൻഡിൽ നോക്കൂ, ഇൻക്രീസ്ഡ് വോളിയം ഉണ്ട്, ഡെൽറ്റ ഗ്രീൻ ആയിട്ടുണ്ട്, -16 61,000 ആയി, 3023 ഇത് 61,000 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. മെനി ഫോൾഡ് ഇൻക്രീസ് ഉണ്ടായി. സോ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബൈ ചെയ്താലും വി വിൽ ഗെറ്റ് സം പ്രോഫിറ്റ്. പക്ഷെ നമ്മൾ അവിടെ ബൈ ചെയ്യില്ല, വി വിൽ ബൈ ഇറ്റ് ഓൺ എ റീട്രേസ്മെന്റ് ബിക്കോസ് ദ ഷെയർ ഈസ് ട്രേഡിംഗ് ബിലോ ദി ഓപ്പൺ പ്രൈസ്. ഓപ്പൺ പ്രൈസിന് താഴെ ട്രേഡ് ചെയ്യുന്ന ഷെയർസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നല്ലൊരു റിവേഴ്സൽ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ഇൻട്രാഡേയിൽ നമ്മൾ ജസ്റ്റ് ഇംബാലൻസും വോളിയംസും വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നു. ഗോട്ട് ഇറ്റ്? സോ സബ്സ്ക്രൈബ് അവർ ചാനൽ and share this channel link to your friends. Okay? Thank you very much. വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി. നിങ്ങൾ ആദ്യം ഇതൊക്കെ പഠിക്കൂ. തുടക്കം മാത്രമേ ഉള്ളൂ കുറച്ച് പ്രയാസം വരുന്നു, അതിനുശേഷം വളരെ എളുപ്പമായിരിക്കും ഇത്. ഈ ഇംബാലൻസ് ഡ്രോ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. നോ ഇൻഡിക്കേറ്റേഴ്സ്, നത്തിങ് ഈസ് റിക്വയർഡ്. യാതൊരു ഇൻഡിക്കേറ്ററും ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഈ പർട്ടിക്കുലർ വോളിയം അനാലിസിസിന്റെ ഓർഡർ ഫ്ലോ ട്രേഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പഴയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വി വിൽ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ് ഓൺലി. ഓക്കെ, ഇത് വേറെ ദിവസമാണ്, അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഇവിടെ വരും. ഓക്കെ, റൈറ്റ്, ദാറ്റ്സ് ഓൾ ടുഡേ.